വിശദമായ വാർത്തകളിലേക്ക്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. പ്രതിക്ക് തൂക്കുകയർ തന്നെ. ശിക്ഷ റദ്ദാക്കണമെന്ന അമീറുൽ ഇസ്ലാമിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതി ദയ അർഹിക്കുന്നില്ലെന്നും ഹൈക്കോടതി. വിശദാംശങ്ങളുമായി എബി തോമസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. എബി, വളരെ പ്രമാദമായ കേസാണ്, വളരെ ചർച്ചയും വിവാദവും ഒക്കെ ആയതാണ്. അതും പ്രതിയെ കണ്ടെത്തുന്നതിൽ പോലും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതാണ്, നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴിതാ ആ വധശിക്ഷ ശരിവച്ചിരിക്കുന്നു ഹൈക്കോടതി. അജിംഷാദ്, പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകം, ആ കേസിൽ പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ്. വിചാരണ കോടതി നൽകിയ വധശിക്ഷയാണ് ശരിവച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ 2016 ഏപ്രിൽ 28-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സമയമായിരുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം കൂടിയായിരുന്നു. ആ സമയത്ത് ഇത് രാഷ്ട്രീയപരമായും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ വലിയ സമ്മർദ്ദത്തിലൂടെ തന്നെയായിരുന്നു അന്വേഷണ സംഘം കടന്നുപോയത്. അങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് 2 ഹർജികളാണ് പ്രധാനമായും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി വന്നിരുന്നത്. ഇതിൽ പ്രധാനമായും ഹൈക്കോടതിയിൽ വന്നിരുന്ന 2 ഹർജികൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രതിയുടെ ഹർജിയാണ്, തന്നെ കുറ്റവിമുക്തനാക്കണം, ഈ കുറ്റകൃത്യം ചെയ്ത് താനല്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതി അന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന് പറയുന്നത്, ഇയാൾക്ക് വിധിച്ചിരുന്ന വധശിക്ഷ അതിന് അനുമതി നൽകണം, ഹൈക്കോടതിയുടെ അനുവാദത്തിനായി പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി കൂടിയാണ്. അങ്ങനെ 2 ഹർജികളാണ് പ്രധാനമായും ഈ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കുണ്ടായിരുന്നത്. ഇന്ന് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്ന വേളയിൽ തന്നെ ഈ അമീറുൽ ഇസ്ലാം സമർപ്പിച്ചിരുന്ന, തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ചിരുന്ന ആ ഹർജി ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. പ്രതി ഈ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കങ്ങളുമില്ല. കാരണം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കോടതി അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നു. വിചാരണ കോടതിയുടെ ആ ഒരു കണ്ടെത്തൽ, ആ ഒരു വിധി ഹൈക്കോടതി ശരിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ പിടികൂടുകയും പ്രതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും 10 തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഈ പ്രതിക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അത് ഒന്ന്, ദിശയുടെ നഖത്തിന്റെ ഇടയിൽ നിന്നും, കൈയുടെ നഖത്തിന്റെ ഇടയിൽ നിന്നും ലഭിച്ച പ്രതിയുടെ തൊലിയുടെ അംശം, ഒപ്പം തന്നെ ഉമിനീരിന്റെ അംശം, ഉടുപ്പിലുണ്ടായിരുന്ന, അതായത് ജിസയുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന ഉമിനീരിന്റെ അംശം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിന്റെ വിജയത്തിലേക്ക് പ്രോസിക്യൂഷൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ ആ ഒരു വിധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിൽ സാധിച്ചത് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. എന്തായാലും ഇതിനെയെല്ലാം തന്നെ ഖണ്ഡിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഇതിനെയെല്ലാം തന്നെ മറികടക്കുന്ന നിലയിലേക്ക് പ്രതിയുടെ ഒരു തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, താനല്ല ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്, മറിച്ച് 3 പേർ, മറ്റ് 2 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്, അവരാണ് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ ആണ് അത് പാരലായി കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ശൈലി, അത് പല കുറ്റകൃത്യങ്ങളിലും പ്രതിഭാഗം അവതരിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഇത്തരത്തിൽ പാരലായിട്ട് ഒരു കഥ മെനയുക എന്നുള്ള നില. അതായത് മറ്റൊരാളാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഒരു സംശയത്തിന്റെ ആനുകൂല്യം നേടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പ്രതി ഉന്നയിച്ചത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. പക്ഷേ അത് കൃത്യമായും രീതിയിൽ ആ വാദത്തെ തകർക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഈ സമയങ്ങളിലെല്ലാം തന്നെ പ്രതിയുടെ സാന്നിധ്യം ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം ജിഷയുടെ വസ്ത്രങ്ങൾ അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്നുമാണ് രക്തത്തിന്റെയും ഉമിനീരിന്റെയും ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് അമീറുൽ ഇസ്ലാം മുന്നോട്ട് വെച്ച ആദ്യത്തെ വാദമായിട്ടുള്ള, താനല്ല മറ്റാരൊക്കെയോ ആണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് എന്നും മറ്റ് 2 പേരെ കൂടി തനിക്കൊപ്പം പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു, അവരെ മർദ്ദിച്ച അല്ലെങ്കിൽ പോലീസിനെ ചോദ്യം ചെയ്യൽ ഇടയുണ്ടായ മർദ്ദനത്തിൽ അതിലൊരാൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമീറുൽ ഇസ്ലാം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. അത് കോടതി ചെവിക്കൊള്ളുന്ന സാഹചര്യവും ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് വിചാരണ കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള ചില സാക്ഷിമൊഴികൾ കൂടി ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം അതിന് തൊട്ട് അടുത്തുള്ള സമയത്ത് തന്നെ ഈ ജിഷയുടെ ഈ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ
വീടിന്റെ പരിസരത്തുള്ള ആ ഒരു മരത്തിൽ, അതായത് ആ കനാലിലേക്ക് ഇറങ്ങുന്ന വശത്തുള്ള മരത്തിൽ ഇയാൾ പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച അത് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യ തെളിവായി തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ, സാക്ഷിമൊഴിയായി പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു നടപടി ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒപ്പം തന്നെ ഇയാൾ പുകവലിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ബീഡിയും ലൈറ്ററും അവിടെ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള സാഹചര്യ തെളിവുകൾ ഇതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇയാളുടെ തന്നെ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഇയാളെ പിടികൂടുന്നത്. അതിനുശേഷം ജൂൺ മാസത്തിലാണ്, അതായത് ഈ സംഭവം ഉണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിലുള്ള ഇയാളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു, അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത മാസമാണ് ഇയാളെ പിടികൂടാൻ സാധിക്കുന്നത്. അതായത് അവിടെ തന്നെ അമീറുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള വാദങ്ങൾ പൊളിയുകയാണ്. അയാൾ പ്രധാനമായി മുന്നോട്ട് വെച്ചത് ഈ തെളിവുകൾ തന്നെ പിടികൂടിയതിനു ശേഷം പോലീസ് അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നുള്ളതായിരുന്നു ഇയാൾ ചൂണ്ടിക്കാണിച്ചിരുന്ന വാദം. അതും കോടതിയുടെ മുന്നിൽ നിലനിൽക്കാതെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഈ കേസിൽ സുപ്രധാനമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വളരെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു സംഭവം. ആ സംഭവത്തിലാണ് നിർണായകമായിട്ടുള്ള വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത്. പ്രതി അമീറുൽ ഇസ്ലാം കുറ്റക്കാരനാണ്, വധശിക്ഷ തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ സാഹചര്യമില്ല. നിലവിലെ വിധി, അതായത് വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുന്ന ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അജിംഷാദ്. ശരി, സമഗ്രമായ വിവരങ്ങളാണ്